നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഇന്ന് അതിജീവനത്തിന്റെ വക്കിലാണ്. നമുക്കറിയാം, മഴ ശക്തമാണ്. പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലരും അവരുടെ ജീവനും ജീവിതവും ഒക്കെ നശിച്ചു എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും എങ്ങനെയെങ്കിലും അവരെയൊക്കെ ഒന്ന് കരപിടിച്ച് കയറ്റണം എന്നുള്ള പ്രതീക്ഷയിലാണ് മലയാളികൾ ഓരോരുത്തരും. പക്ഷേ ഇത്തരമൊരു ദുരന്ത സാഹചര്യത്തിലും ചില രാഷ്ട്രീയ പരാമർശങ്ങൾ, അതിനേക്കാൾ ഉപരി നിരുത്തരവാദിത്തപരമായിട്ടുള്ള പരാമർശങ്ങൾ വരുന്നു എന്നുള്ളത് വളരെ അപലപനീയമാണ്. ഇപ്പോൾ കേരളത്തിന്റെ ഒരു ഉന്നത നേതാവ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശം അത്തരത്തിൽ വിവാദമാകുന്നു. അതായത്, കേരളത്തിൽ ശക്തമായ മഴയും അതേ തുടർന്നുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യം, കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ചില പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യങ്ങളെ അതൊന്നും അത്ര കാര്യമല്ല എന്നുള്ള രീതിയിൽ നിസാരവൽക്കരിച്ചിരിക്കുകയാണ് KC വേണുഗോപാൽ. അതായത്, കാര്യപ്രാപ്തിയില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു വെക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമുഖം അതൊരു നിസാരമായിട്ടുള്ള പ്രശ്നമാണ് എന്ന് നിസാരവൽക്കരിക്കുന്ന ഒരു വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണിത്. എന്തായാലും ഇപ്പോൾ ഇത് വലിയ വിവാദ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ദുരിതാശ്വാസ പ്രശ്നങ്ങൾ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് KC വേണുഗോപാൽ മുഖം തിരിച്ചു പോയി എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബാലിശമായ ആരോപണങ്ങൾ എന്നുള്ളതാണ് ദുരിതാശ്വാസ മേഖലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി എന്നാണ് വിവരം. PM ശ്രീയിലെ മുൻ നിലപാടിൽ നിന്നും അദ്ദേഹം മലക്കം മറിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു നിലപാട് കൂടെ വന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കേരളത്തിലെ മഴക്കെടുതി ഒരു പ്രധാന വിഷയമായി MP-ക്ക് തോന്നിയില്ല എന്നുള്ളത് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 25 പേരോളം കേരളത്തിൽ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഇതത്ര ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമല്ലെന്ന് അദ്ദേഹം പറയുന്നത്. നിരവധി വീടുകളാണ് നിലം പതിച്ചിരിക്കുന്നത്. എത്രയോ വീടുകൾ വെള്ളത്തിനടിയിലാണ് ഇപ്പോഴും. നിരവധി പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. ഇതൊന്നും KC വേണുഗോപാലിനെ അലട്ടുന്ന പ്രശ്നമല്ല എന്നതിനേക്കാൾ ഉപരി ഇതൊക്കെ ഒരു നിസാരമായിട്ടുള്ള വിഷയമാണ് എന്ന് പറയുന്നതിലാണ് പ്രശ്നം. ദേശീയ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ മാത്രമാണ് താല്പര്യമെന്നാണ് MP-യുടെ പ്രതികരണം. ദുരിതാശ്വാസ ക്യാമ്പുകളിലും നിരവധി പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ടെന്നും ആവശ്യത്തിന് സൗകര്യമോ വെള്ളമോ വെളിച്ചമോ ഭക്ഷണമോ മാറാൻ വസ്ത്രമോ പല ക്യാമ്പുകളിലും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിലൊന്നും പ്രതികരിക്കാൻ തനിക്ക് പറ്റില്ല എന്നാണ് മുതിർന്ന നേതാവിന് മറുപടിയായിട്ട് നൽകാനുള്ളത് എന്നുള്ളത് കേരളത്തെ ഒന്നടക്കം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ നമ്മൾ മലയാളികൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം, അവസ്ഥ, അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. ഒരാഴ്ച മുഴുവൻ ഉണ്ടാക്കിയത് ഒരൊറ്റ രാത്രി കൊണ്ട് ഉള്ള മഴയത്ത് ഒലിച്ചു പോയിരിക്കുകയാണ്. പലരും പ്രതീക്ഷ കൈവിട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് വീണ്ടും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് പലരും മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, 2018 കാലഘട്ടത്തിലും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത സമയത്ത് ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അന്നവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവർ കെട്ടിപ്പടുത്ത് വീണ്ടും ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും സമാന രീതിയിലുള്ള സാഹചര്യം നേരിടേണ്ടി വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ മഴ കനക്കുമ്പോൾ ആശങ്കകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് MP എന്ത് തരത്തിലാണ് പറഞ്ഞത് എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഒരു വശത്ത് ദുരിതാശ്വാസ ക്യാമ്പ് കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും പല ക്യാമ്പുകളിൽ നിന്നും ദുരന്ത വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. അവർക്ക് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇപ്പോഴുള്ള സർക്കാരോ പ്രതിനിധികളോ നൽകുന്നില്ല എന്ന തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലവിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലെ സർക്കാർ LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കൃത്യമായിട്ട് ഭക്ഷണം പോലും എത്തുന്നില്ല എന്നതാണ് പരാതി. രാവിലെ മുതൽ ഭക്ഷണം നൽകിയില്ലെന്ന് ദുരിതബാധിതർ മാധ്യമപ്രവർത്തകരോട് പറയുന്നു. ഉച്ചയ്ക്ക് തൊട്ടടുത്ത ക്യാമ്പിൽ പോയി ഭക്ഷണം കഴിക്കാൻ മെമ്പർ പറഞ്ഞു എന്നുമാണ് ദുരിതബാധിതർ വ്യക്തമാക്കുന്നത്. പായിപ്പാട് 1-ാം വാർഡിലെ 150 പേർ ഇത്തരത്തിൽ ഭക്ഷണം പോലും കിട്ടാതെ ക്യാമ്പിൽ കഴിയുന്നു. രാവിലെ ഗ്യാസ് കുറ്റി നൽകി തിരികെ എടുത്തുകൊണ്ടുപോയി എന്നും ദുരിതബാധിതർ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് അവരുടെ ആ പ്രതീക്ഷയറ്റു എന്നുള്ള തരത്തിലാണ്. പച്ചവെള്ളം മാത്രം കുടിച്ചാണ് പലരും ക്യാമ്പുകളിൽ കഴിയുന്നത്. കയ്യിൽ സൂക്ഷിച്ചിരുന്ന പൈസ എടുത്താണ് കുട്ടികൾക്ക് ഭക്ഷണം നൽകിയതെന്നും ദുരിതബാധിതർ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സർക്കാർ സിസ്റ്റവും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സാധനങ്ങൾ വാങ്ങിത്തന്നാൽ ഭക്ഷണം പാകം ചെയ്തെങ്കിലും ഞങ്ങൾ കഴിച്ചോളാം എന്ന് ദുരിതബാധിതർ പറയുമ്പോൾ അവരുടെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും മാർഗം ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ നൽകി തരുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതേസമയം വാർത്തയെ തുടർന്ന് സ്ഥലത്തെത്തിയ ചങ്ങനാശ്ശേരി MLA വിനു ജോയ്ക്കൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു. 2:30 ശേഷം ഇടപെടലിനെ തുടർന്ന് ഭക്ഷണം എത്തിയെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായ വീഴ്ച സംബന്ധിച്ച്
പിടിക്കാതെ MLAയും നാട്ടുകാരും തമ്മിൽ വാക്തർക്കത്തിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഒന്ന് ആലോചിക്കുക, ദുരന്ത സമയത്താണ് ഇത്തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളും ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകളും ഒക്കെ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഒന്നിച്ച് ഒരുമിച്ചിറങ്ങേണ്ടുന്ന സാഹചര്യമാണ് എന്നത് ഇവരെന്നാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ തരത്തിൽ കേരളത്തിലെ പല ദുരിതാശ്വാസ ക്യാമ്പുകളും ഇത്തരത്തിൽ ദുരന്ത വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും മറുവശത്ത് നല്ല ചില കാര്യങ്ങളുമുണ്ട് എന്നത് പറയേണ്ടിയിരിക്കുന്നു. അതായത് ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള രക്ഷാപ്രവർത്തന ദൗത്യം അത് നമ്മൾ പ്രശംസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത്രമാത്രം കൈകേടി നേടുന്ന ഒന്ന് തന്നെയാണ്. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന പുതുപ്പള്ളി കൈതേപ്പാലം പ്രദേശങ്ങളിൽ ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. പ്രദേശത്തെ ക്യാമ്പുകളിലേക്ക് മാറാൻ മടിച്ചു നിന്നിരുന്ന കുടുംബങ്ങളെ നേരിട്ട് വീട്ടിലെത്തി സന്ദർശിച്ച MLA നിലവിലെ അപകട സാഹചര്യം ബോധ്യപ്പെടുത്തി അവരെ സുരക്ഷിതമായിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുകയും ചെയ്തു. മഴ വീണ്ടും ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മണ്ഡലത്തിലെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ചാണ്ടിയുമ്മൻ അഭ്യർത്ഥിച്ചു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കി ദുരന്ത നിവാരണ സമിതിയുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികൃതരുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നടക്കം ചാണ്ടിയുമ്മൻ പറഞ്ഞ് തന്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമ്പോഴാണ് ഇത്തരക്കാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ പോലും ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനെയൊക്കെ മറച്ചു വെക്കുന്ന തരത്തിലേക്ക് വലിയ മണ്ടത്തരങ്ങൾ UDF നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരം സാഹചര്യങ്ങളെ ഇത്തരം ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളെ നിസാരവൽക്കരിച്ച് അതിനെ പ്രാധാന്യം പോലും ഇല്ലാതാക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഉത്തരവാദിത്വ സംവിധാനം അല്ല ഇവിടെ ഉള്ളത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ദുരിതാശ്വാസ മേഖലയിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിലുള്ള പ്രശ്നങ്ങളെ നിസാരവൽക്കരിച്ച KC വേണുഗോപാലിന്റെ നിലപാടിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും അതിശക്തമായിട്ടുള്ള എതിർപ്പുകളുമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊരു ദുരന്ത സാഹചര്യമാണ്. കേരളത്തിലെ ഓരോ മനുഷ്യരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യമാണ്. രാഷ്ട്രീയ പോരിനോ മറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഴിചാലനോ വേണ്ടിയുള്ള ഒരു സമയമല്ല. സാഹചര്യം മനസ്സിലാക്കുക, ഉത്തരവാദിത്തപരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്.